ഒക്കെ മുറിയിലാക്കി വെച്ചാൽ മുറിയിലാക്കി വെച്ചാൽ സകല മുറിയും തുറന്ന് ഒക്കെ പൊട്ടിച്ച് എല്ലാത്തിനെയും കവർന്നെടുത്തുകൊണ്ട്, അല്ലേ? അതിനാണ് കൃഷ്ണാവതാരം. നമ്മുടെ ഹൃദയമാകുന്ന ആ പാത്രത്തിലും വെണ്ണയുണ്ട്. പക്ഷെ നമ്മളത് ആ വെണ്ണയെ ഭഗവാനിലേക്ക് സമർപ്പിക്കാൻ സാധിക്കാതിരിക്കുകയാണ്. അപ്പം എന്ത് വേണം? പൊട്ടിച്ചെടുക്കുന്ന വേണം. ഹൃദയമഭിമുഷിത്വ. എങ്ങനെയാണോ ഗോപീഗോപാലന്മാരുടെ ഹൃദയത്തെ ഭഗവാൻ കവർന്നത്, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയവും ഭഗവാൻ കവർന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മുഴുവൻ വിട്ടുകൊടുത്തിട്ടുണ്ടോ എന്ന് മാത്രമേ സംശയം. കാത്യായനി മഹാമായി മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി അതിമേ കുരുതേ നമഃ. രമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോപാല രാധാരമണ. അമ്പാടി വാനമ്പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി. ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി തേടി ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി തേടി ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി തേടി ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി തേടി. ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ. രാമന്റെ വർണ്ണം ചൂടി കൃഷ്ണമേഘത്താൽ മൂടി 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 കാരുണ്യഗംഗ ചാടി കാളിന്തി നൃത്തമാടി കാരുണ്യഗംഗ ചാടി കാളിന്തി നൃത്തമാടി. ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ. അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി. ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി തേടി ഗോപികൾ ചിത്തം വാടി കണ്ണനെ തേടി
ഗീതതൻ പൊൻകണ്ണാടി ശാന്തിതൻ പുഷ്പവാടി ഗീതതൻ പൊൻകണ്ണാടി ശാന്തിതൻ പുഷ്പവാടി ഗീതതൻ പൊൻകണ്ണാടി ശാന്തിതൻ പുഷ്പവാടി ഗീതതൻ പൊൻകണ്ണാടി ശാന്തിതൻ പുഷ്പവാടി നമ്മളിൽ രണ്ടും കൂടി കൃഷ്ണാനന്ദം തലോടി നമ്മളിൽ രണ്ടും കൂടി കൃഷ്ണാനന്ദം തലോടി ഗീതതൻ പൊൻകണ്ണാടി ശാന്തിതൻ പുഷ്പവാടി ഗീതതൻ പൊൻകണ്ണാടി ശാന്തിതൻ പുഷ്പവാടി നമ്മളിൽ രണ്ടും കൂടി കൃഷ്ണാനന്ദം തലോടി നമ്മളിൽ രണ്ടും കൂടി കൃഷ്ണാനന്ദം തലോടി സജ്ജനങ്ങൾക്കു മൂടി ദുർജനങ്ങൾക്കു പേടി സജ്ജനങ്ങൾക്കു മൂടി ദുർജനങ്ങൾക്കു പേടി സജ്ജനങ്ങൾക്കു മൂടി ദുർജനങ്ങൾക്കു പേടി സജ്ജനങ്ങൾക്കു മൂടി ദുർജനങ്ങൾക്കു പേടി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോഡി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോഡി വേദത്തിൻ പ്രാണനാടി ശ്രീരാധാകൃഷ്ണ ജോഡി വേദത്തിൻ നാടി ശ്രീരാധാകൃഷ്ണ ജോഡി ഗോവിന്ദ രാധാ ഗോപാല രാധാ രമണ ഗോവിന്ദ രാധാ രമണ ഗോപാല രാധാ രമണ ഗോവിന്ദ രാധാ രമണ ഗോപാല രാധാ രമണ ഗോവിന്ദ രാധാ രമണ ഗോപാല രാധാ രമണ അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി അമ്പാടി വാനം പാടി ആനന്ദഗാനം പാടി ഗോപികൾ ചിത്തം പാടി കണ്ണനെ തേടി തേടി ഗോപികൾ ചിത്തം പാടി കണ്ണനെ തേടി തേടി മാമകം ചിത്തം കോടി മോഹന സ്വപ്നം ചൂടി മാമക 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 ചിത്തം കോടി കോടി മോഹന സ്വപ്നം ചൂടി മാമക ചിത്തം കോടി മോഹന ചൂടി കംസാരിയെ വിട്ടോടി സംസാര കുണ്ടിൽ ചാടി കംസാരിയെ വിട്ടോടി സംസാര കുണ്ടിൽ ചാടി മാമക ചിത്തം കൂടി മോഹന സ്വപ്നം ചൂടി മാമക ചിത്തം കൂടി മോഹന സ്വപ്നം ചൂടി കംസാരിയെ വിട്ടോടി സംസാര കുണ്ടിൽ ചാടി കംസാരിയെ വിട്ടോടി സംസാര കുണ്ടിൽ ചാടി ഗോവിന്ദ രാധാ രമണ ഗോപാല
ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല പാടി ഗാനം പാടി ആനന്ദഗാനം പാടി അമ്പാടി ഗാനം പാടി ആനന്ദഗാനം പാടി ഗോപികൾ ചിത്തം പാടി കണ്ണനെ തേടി തേടി 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 ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ ഗോവിന്ദ രാധാരമണ ഗോപാല രാധാരമണ 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 കൈയടിച്ച് നാമം ജപിക്കാം രാധാരമണ 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 Radha
ഗോവിന്ദഗാനം പാടി ഗോപികൾ ചിത്തം പാടി കണ്ണനെ തേടി തേടി ഗോപികൾ ചിത്തം പാടി കണ്ണനെ തേടി തേടി കണ്ണനെ തേടി തേടി കണ്ണനെ തേടി തേടി സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ രാധേശ്യാം 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 സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ പീതാംബരം കരവിരാജിത ചക്രശംഖകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി ശ്രീവാസുദേവമനിശം ഹൃദി ഭാവയാമി ശ്രീഗുരുവായൂരപ്പ ശരണം കഥാമയീം ഭാഗവതാഭിധാനാം ഹരേതനും തേ ചരിതൈസ്ത്വദീയൈ യഥാമതി ഉൽപരിദോഷകാമസ്തൗമി പ്രസീദാച്യുത മാരുദേശം ശ്രീഗുരുവായൂരപ്പ ശരണം ശ്രീഗുരുവായൂരപ്പ ശരണം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണ നമോസ്തുതേ സർവബാധ അല്ലെങ്കിൽ നാശമുള്ളതിനെ പറ്റിയൊന്നും വലിയ അത്ഭുതമൊന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ കാണാത്തൊരു സാധനം പെട്ടെന്ന് കാണുന്ന സമയത്ത് നമുക്ക് എന്ന് പറയണേക്കാം ഒരു അത്ഭുതമായിക്കോട്ടെ. എത്ര നേരം ഉണ്ടാവും? ഇത് ഇത്രേ ഉള്ളൂ എന്ന് മനസ്സിലാവുന്നവര്. എന്നാ സത്വഗുണം അധികമായോണ്ട് കുഴപ്പമുണ്ടോ? അധികമായോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ രജോ ഗുണം കുറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഒന്നിനും കൊള്ളാണ്ടേ ഒന്ന് മനസ്സിലാക്കി നല്ലോണം രജോ ഗുണം കൂട്ടി ലേശം തമോ ഗുണം ലേശം സത്വഗുണം ഒക്കെ ആയിട്ട് അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഫിറ്റ് ചെയ്ത് അങ്ങനെയാണ് പറയാം. അപ്പൊ എന്തായാലും ഈ 5 മൃഗങ്ങളുടെ ആയുസ് എടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആദ്യത്തെ ഒരു 25 കൊല്ലം ആരെ പോലെ അത്രേ അതാണ് ആദ്യം എടുത്ത ആള് കുരങ്ങൻ. ആ കുരങ്ങനെ പോലെ ആദ്യം 1, 2, 3 ഇപ്പൊ പ്രീ KG LKG UKG 1KG 2KG എന്ന് പറഞ്ഞ അങ്ങനെ ചാടി 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 ചിലർ ചാട്ടം നിർത്തുന്നില്ല, ചിലർ ജോലി കിട്ടിയിട്ട് ചാടിക്കൊണ്ടിരിക്കുക. അപ്പൊ അതെന്താ ഒന്നൊന്ന് മറ്റൊന്നിരിക്കും. ഇന്നിപ്പോ അങ്ങനെ പണ്ടൊക്കെ ഒരു ജോലി കിട്ടി കഴിഞ്ഞാൽ എന്തായി അവിടെ കിടക്കും, കഴിഞ്ഞു മതി എന്നാ പോരാ, ഒരു ദിവസം ജോലി അടുത്ത ദിവസം ഏത് കമ്പനിയില എന്ന് എല്ലാ ദിവസവും വിളിച്ചാൽ വെച്ച് നോക്കണം. ആർത്തി മൂത്തിട്ടാ വേറൊന്നുമില്ല. പറയുമ്പോ വലിയ വിനയൊക്കെയാണ് അല്ലെ, പറയണ സമയത്ത് വലിയ വിനയൊക്കെ. എനിക്കൊന്നും വേണ്ട, എന്ത് കിട്ടിയത് പോരായ വേണ്ടാന്നോ അങ്ങനെയാണോ? വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ പോലെ ചാടി 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 അത് കുരങ്ങന്റെ ഈ ചാട്ടം പോരാ, ഇനി ഓടണം. കുതിര ശക്തി അതാണ്. കുതിരയുടെ പോലൊരു 10, 25 ഇന്നിപ്പോ 25 കണക്കാക്കാൻ പറ്റില്ല, അന്ന് 20 വീതം കണക്കാക്കിയാൽ മതി. ഇന്ന് കഷ്ടിമുട്ടി 100 എത്തണത് തന്നെ കഷ്ടിയാ അല്ലേ? 100 വയസ്സ് വരെ ആരെ ഇരിക്കണത്? അത് ഇരുന്നായുള്ള തൊഴിലുണ്ടോ ആൾക്കാരെ കൊണ്ട്? 100 വയസ്സ് വരെ ഇരിക്കുക ആൾക്കാർ എന്തും വന്ന് ചോദിക്കും പോയിക്കൂടെ പോയിക്കൂടെ എന്ന്. ഒരു തൊഴിലും കൊടുക്കില്ല. അപ്പൊ അങ്ങനെ നമുക്കൊരു 20 കണക്കാക്കാം. 20 × 5 100 കണക്കാക്കാം. 20 കൊല്ലം കുരഞ്ഞന്മാരെ പോലെ അപ്പൊ ഏകദേശം കൃത്യമാവും. പിന്നെ ഒരു 20 കുതിരയെ പോലെ. പിന്നെന്താ വെച്ചാൽ അത് കഴിയുമ്പോഴേക്കും ഇങ്ങനെ വലിക്കാറായിട്ടുണ്ടാവും, കുറേശ്ശെ വലിയൊക്കെ കുറേശ്ശെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പൊ കഴുതയെ പോലെ ഇങ്ങനെ ഉണ്ടാക്കിയത് മുഴുവൻ. അതാണ് ഇപ്പൊ പറയുക, പ്രാരബ്ധത്തെ കെട്ടിവലിച്ച് ആദ്യമൊക്കെ വലിയ അത്ഭുതവും അങ്ങനെ കുരഞ്ഞനൊക്കെ അത്ഭുതമാണല്ലോ. കുതിരയൊക്കെ എന്തിനും പാകത്തിനാണ് കുതിര. കഴുതയാലോ അപ്പൊ അതിനൊരു ഭാഗമുണ്ട്. എന്താ ഈ കഴുതയെ പോലെ ഇരിക്കണേ ചോദിക്കില്ലേ തന്നെ. അപ്പോ ആ കഴുതയുടെ പോലെ ഇതൊക്കെ അങ്ങനെ അല്ലെ, ഇരുമുടിക്കെട്ട് എന്ന് പറഞ്ഞ പോലെ പ്രാരബ്ധവും ദുഃഖവും സുഖവും പുണ്യവും പാപവും അതും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കെട്ടിവലിച്ച് ഇവിടെയുള്ള എല്ലാം അങ്ങനെ പ്രാരബ്ധം എപ്പോഴും കേൾക്കാം. ഒരു 10, 30 വയസ്സ് 40 വയസ്സ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് പറയാൻ ഒറ്റ വാക്കേ ഉള്ളൂ, പ്രാരബ്ധം 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 പ്രാരബ്ധം. ആരുണ്ടാക്കി വെച്ചതാണാവോ? ആരുണ്ടാക്കി വെച്ചതാ? പിന്നെ ഒരു 60 വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ആരുടെ അടുത്ത് പറഞ്ഞേ? ശ്വാവിന്റെ ബൗ ബൗ ചങ്ങലക്കിട്ടത് പുറത്തിരുന്നിട്ടും കാർന്നവരകത്തിരുന്നിട്ടും കുരയ്ക്കുന്നു പറയും.
മറ്റേന്റെ കുറെ സഹിക്കാം. അപ്പൊ അങ്ങനെ ഒരു 10-20 കൊല്ലം. അത് കഴിഞ്ഞ് അവസാനത്തെ ഒരു 80 കഴിഞ്ഞ് 100 വരെ എങ്ങനെയാ വെച്ചാൽ പാമ്പിന്റെ പോലെ ഇഴഞ്ഞ് അങ്ങനെ പറയാറുണ്ട്, കേട്ടിട്ടുണ്ടാവും, പ്രഭാഷണത്തിൽ പലരും പറയാറുണ്ട്. അതൊക്കെ ഇത് ഒരു നിലയ്ക്ക് ഈ നിലയ്ക്കും സത്യം തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ അഹന്താമമതകളെ കൊണ്ട് അത് സംഭവിക്കുക? എൻ്റെ എന്ന് പറഞ്ഞ് ആ പ്രാരബ്ധം അതല്ല വേണ്ടത് എന്ന് കാണിക്കുന്നതാണ് കൃഷ്ണാവതാരം. അത് നമ്മൾ ശ്രദ്ധിക്കുക. ഭഗവാന്റെ അവതാര ലീലകളിൽ എന്തുകൊണ്ട് സാധിക്കുന്നു എന്ന് വെച്ചാൽ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണ് ഭഗവാന്റെ ആ കൃഷ്ണാവതാര കഥകളിലൂടെ നമ്മൾ യഥാർത്ഥമായിരിക്കുന്ന ആനന്ദത്തെ, ആ സത്യത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ പണ്ടത് എന്താ, എന്തിനേയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കുക. അത്രയുള്ളൂ. അത്ര ആര്? പൂതന. മാത്രമല്ല ഈ പൂതന ബകാസുരന്റെ ഒക്കെ സഹോദരിയായിട്ടാണ്. അപ്പൊ അസുര ജന്മമാണ്. ബകി എന്നാണ് പേര്. പൂതന എന്നുള്ളത് വേറൊരു പേരാണ്. മറ്റൊരു പേരെന്താണ്? ബകി. അഹോ ബകി. അഹോ ബകി യം സ്തനകാളകൂടം അല്ലെ, കാളകൂട വിഷത്തെ കൊടുക്കാൻ ബകി വന്നു എന്നാണ്. അതാണ് ഏറ്റവും ഔദാര്യത്തോടു കൂടി അകമ്പാതയാലും ശരണം വ്രജേമ. ഭാഗവതത്തിൽ ഉദ്ധവൻ പറഞ്ഞതായിട്ടുള്ള ആ ശ്രീകൃഷ്ണ മഹിമയെ ചൊല്ലിക്കൊണ്ടാണ് കലിയുഗത്തിൽ അല്ലെ, ദ്വാപരയുഗ അവസാനത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണ സ്വരൂപത്തെ മറച്ചുകൊണ്ട് ആ ചൈതന്യത്തെ ബദരീനാഥനിൽ ചേർത്തു എന്നൊരു സങ്കല്പമുണ്ട്. അതുകൊണ്ട് ബദരിയിൽ ചെന്നു കഴിഞ്ഞാൽ കൃഷ്ണനെ കാണാം എന്നാണ് സങ്കല്പം. അപ്പൊ ബദരീനാഥന് നിവേദ്യം കൊടുക്കുന്ന സമയത്ത് ഈ ശ്ലോകം ചൊല്ലിയിട്ടാണ് അത്ര നിവേദ്യം. കാരണം പൂതന കാളകൂടം കൊടുത്തു, അത് ഭഗവാൻ സ്വീകരിച്ചു. ഞങ്ങളും ഇവിടെ നേദ്യം സമർപ്പിക്കുകയാണ്. അതിൽ എന്തൊക്കെ കാളകൂട വിഷമുള്ളതെന്ന് അറിയില്ല. ഞങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെ കാളകൂടമുണ്ട്, ഞങ്ങളുടെ കർമ്മങ്ങളിൽ എത്ര അശുദ്ധിയുണ്ട്, മന്ത്രങ്ങളിൽ എത്ര അശുദ്ധിയുണ്ട്, ഞങ്ങളുടെ ബോധത്തിൽ എത്ര അല്ലേ എന്തൊക്കെയാണ് അശുദ്ധി എന്നറിയില്ല. അപ്പൊ കാളകൂടം നൽകിയ പൂതനയ്ക്ക് പോലും അനുഗ്രഹം നൽകിയതായിട്ടുള്ള ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു, ഈ നിവേദ്യം സ്വീകരിക്കണേ എന്നെന്നും പറഞ്ഞുകൊണ്ടാണ് അത്രേ ബദരീനാഥന് ഓരോ പൂജയിലും നിവേദ്യം സമർപ്പിക്കുക. ഭാഗവതത്തിലെ ആ ശ്ലോകത്തിന് അത്രയും മഹിമയുണ്ട് എന്നവിടെ പൂജാരിമാരായിട്ടുള്ള റാവൽജിമാര് പറഞ്ഞു കേൾക്കും. അപ്പൊ എവിടെ നോക്കിയപ്പോഴും ഭാഗവതത്തിന്റെ ഒരു ശ്ലോകമെങ്കിലും നമ്മൾ ഉപാസിക്കുക. എത്രയെത്ര ഇതുപോലുള്ള ശ്ലോകങ്ങളാണ് നിവേദ്യം സമർപ്പിക്കുന്ന സമയത്ത്. അതുപോലെ കുന്തിദേവിയുടെ നമസ്കാര ശ്ലോകം അല്ലേ, നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എത്ര പ്രായമായിട്ടുള്ളവരും അവരുടെ കുട്ടിക്കാലം മുതൽക്ക് കേൾക്കുന്നതാണ് കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ അല്ലേ. ഇനി അത് ചിലപ്പോൾ കേട്ടിട്ടില്ലെങ്കിൽ മറ്റത് എന്തായാലും കേട്ടിട്ടുണ്ടാവും. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. എങ്ങനെ കേൾക്കാണ്ടിരിക്കില്ല? ശരിയായിട്ട് കേൾക്കാണ്ടേ വേണം, എന്നാലേ കേൾക്കാണ്ടിരിക്കുള്ളൂ. എല്ലാവരും കേൾക്കുന്നതാ. കാരണം നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ശ്രീകൃഷ്ണൻ എന്ന് കേട്ടു കഴിഞ്ഞാൽ ഈ ശ്ലോകം അറിയാത്തവരുണ്ടാവില്ല. പക്ഷെ ഈ ചൊല്ലി തന്നവരും പഠിപ്പിച്ചവരും ചൊല്ലിയിരുന്നവരൊന്നും ഇതൊന്നും ഭാഗവതത്തിലുള്ളതാണെന്ന് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല അല്ലേ. ഇത് ഭാഗവതത്തിലുള്ളതാണോ ആർക്കറിയാം? പിന്നെ ഭാഗവതം വായിക്കുമ്പോഴാണ് ഒന്നാമത്തെ ദിവസം ഇത് പെടണ്ടോ, അത് കഴിഞ്ഞാൽ 6ാമത്തെ ദിവസം ഇത് പെടണ്ടോ എന്ന്. അപ്പോഴാ 2 സ്ഥലത്ത് ഇത് ഭാഗവതത്തിലെ ശ്ലോകാന്ന് എപ്പോഴാ അറിയണത്? എത്ര കാലം കഴിഞ്ഞിട്ടാ? അല്ലെങ്കിൽ പിന്നെ ആരെങ്കിലും പറഞ്ഞു തരണം സപ്താഹത്തിന് ഇത് ഭാഗവതത്തിലെ ശ്ലോകാട്ടോ. അല്ലാണ്ട് നമ്മളിത് ഭാഗവതാണോ, ഇത് ഭാഗവതത്തിലുള്ളതാണോ, ഇതിൽ ഇത്രയൊക്കെ മഹത്വം ഉണ്ടെന്ന് അറിയണ്ടോ? ഇല്ല. പക്ഷേ നമ്മുടെയൊക്കെ എത്ര പൂർവികന്മാര് ഇതൊക്കെ ജപിച്ച് നമസ്കരിച്ചിട്ടുണ്ട് അല്ലേ. ആ പൂർവികന്മാരുടെ നമസ്കാരത്തിന്റെ ഫലമല്ലേ നമ്മളിവിടെ ഇരിക്കുന്നത് അല്ലെ. അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് ഭാഗവതം കേൾക്കാൻ പറ്റും? നമുക്കൊരു തിരക്കില്ലാണ്ടാണോ? അല്ലെങ്കിൽ ഭാഗവതം കേൾക്കാനുള്ള അർഹത നമുക്കുണ്ടോ വെച്ച് കഴിഞ്ഞാൽ പറയാനും വായിക്കാനും കേൾക്കാനും ഒക്കെ ഉള്ള അർഹത നമുക്കുണ്ടോ? ഉണ്ടെങ്കിൽ ഭാഗവത ആദ്യം പറഞ്ഞു അല്ലേ, ഏതസ്മാത് അപരം കിഞ്ചിൽ മനഃശുദ്ധി വിദ്യതേ ജന്മാന്തരേ ഭവേൽ പുണ്യം. ഏതോ ജന്മത്തിൽ എന്തോ നന്മ ചെയ്തതുകൊണ്ട് ഇവിടെ ഇരിക്കണു, അല്ലെങ്കിൽ ഏതോ അച്ഛനമ്മമാരും മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും പൂർവികന്മാരും ജപിച്ച നാമത്തിന്റെ ആ പുണ്യം നമ്മളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അത്രേ പറയാൻ പറ്റുള്ളൂ. പൂതന വന്ന് പൂതനെ മോക്ഷം കൊടുത്തതിന് ശേഷം പൂതനെ കളയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മന്ത്രം ചൊല്ലണത് പൂതനെയൊക്കെ എത്തേണ്ടടുത്ത് എത്തി.
അപ്പൊ മന്ത്രങ്ങളിൽ പോലും പൂതന, ഡാകിനി, യാതുധാനശ എന്നൊക്കെ പറഞ്ഞ അവിടെ ഉണ്ട്. കോടര, രേവതി, ജ്യേഷ്ഠ, പൂതന, മാതൃകാതയ, ഇത് നല്ല പേരുകളല്ല. പിന്നെന്താ, ഇതൊക്കെ ഭൂതപ്രേത പിശാചികളുടെ പേരുകളാ. രേവതി, കോടര എന്നൊക്കെ പറഞ്ഞുള്ള പേരുകൾ. അതിനൊക്കെ വിഷ്ണോർ നാമഗ്രഹണ ഭീരവ. ഇവര് വിഷ്ണുവിന്റെ നാമം കേട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ പേടിച്ചോളൂ. ബാലകമാലികാഗ്രഹങ്ങളാണ് ഇതൊക്കെ. എന്താണ് ബാലകമാലികാഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ? കുട്ടികളെ നശിപ്പിക്കുന്ന ദുർഭൂതങ്ങൾ, ചില രോഗങ്ങളാണ് അത്ര ഈ അവസ്ഥകളൊക്കെ. പൂതന, കോടര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ ഉള്ളിലുള്ള ചോര നഷ്ടപ്പെടുക, കുട്ടികളുടെ ജീവൻ നഷ്ടപ്പെടുക, ഇങ്ങനെയുള്ള അവസ്ഥയിലുള്ള ചില രോഗങ്ങളായിക്കൊണ്ടാണ് അതിനെയൊക്കെ പറയാം. അതിനെയൊക്കെ അകറ്റാൻ വേണ്ടി ആളുകൾ എന്ത് ചെയ്യും? ഈ രക്ഷാമന്ത്രം ജപിച്ച് വാതിലൊക്കെ കൊട്ടിയടച്ച് ഇന്നും കാണിക്കേണ്ട ആൾക്കാരൊക്കെ നമ്മൾ പലപ്പോഴും ഒന്നും മനസ്സിലാക്കുന്നില്ല. പലരും വാതിലോ സന്ധ്യയായി കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ ഒരു 6 മാസം അല്ലേ, ജനിച്ച കുട്ടികളെ ഒരു 5-6 മാസം എത്ര കാലം, കുറച്ച് ദിവസം എന്തായാലും ഉണ്ടാവും. സന്ധ്യയായി കഴിഞ്ഞാൽ വാതിലൊക്കെ അടച്ച് ഒരു തിരിയൊക്കെ കത്തിച്ച് ഒരു ഒഴിച്ചിലും അല്ലേ, ഒരു വെള്ളം കലക്കി ഒഴിക്കലും എന്തൊക്കെ ഏർപ്പാടുണ്ട്. അതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ടാണ്. ഈ ബാലരക്ഷയാണ്. അതിൽ പെടുന്ന ബാലരക്ഷ ചെയ്യുന്നതിൽപ്പെട്ട ഒരു സാധനമാണ് ഇത്, ഈ പൂതന. പൂതനയിൽ നിന്ന് രക്ഷിക്കാൻ ഇവിടെ ആ പൂതനയെ രക്ഷിച്ചിരിക്കുക ആര്? ഭഗവാൻ. ഇനി വേണ്ട, ഇനിയിപ്പോ ആ ഏർപ്പാട് വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെയുള്ള ആ പൂതനയെ മോക്ഷം നൽകി അവളുടെ ശരീരത്തെ പോലും ശുദ്ധീകരിച്ചുകൊണ്ടാണ് സുഗന്ധം പരക്കുന്നതായിട്ടുള്ള ആ അഗ്നി. പൂതനയെ കത്തിച്ച സമയത്ത് പോലും ആ സുഗന്ധം അവിടെ അങ്ങനെ പരന്ന് വ്യാപിച്ച് എല്ലാവർക്കും അത്ഭുതമുണ്ടായി. ശശികുമാരൻ മഹർഷി പറയാ, പരീക്ഷത്തെ അത് ഭഗവാൻ ഒരു ലക്ഷണം കാണിച്ചതാണ്. എന്ത്? താൻ അനുഗ്രഹിച്ചതിന് ആൾക്കാർക്ക് ഒരു അല്ലേ, ആൾക്കാർ മനസ്സിലാക്കിക്കോട്ടെ ഇത് താൻ ഇന്നതാണ് നൽകിയത് എന്നുള്ളത്. അതിനുവേണ്ടി ആ പൂതനയുടെ ശരീരം പോലും സുഗന്ധപൂരിതമായിട്ട് തീർന്നതും. അങ്ങനെയുള്ള പൂതനാമോക്ഷത്തെ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലും ഗോവിന്ദ പാദകമലങ്ങളിൽ ഭക്തി ഉണ്ടാകും. വലിയ ഉണ്ണിയെ കൊടുത്തു, രാമൻ എന്ന് പേരിട്ടു. കാരണം എന്താ? എല്ലാവരെയും രമിപ്പിക്കുന്നവനാ. ഇതുപോലെ എല്ലാവരുടെ ഹൃദയത്തെ രമിപ്പിക്കുന്ന ഒരാൾ വേറല്ല. രാമനാമം നൽകി. അടുത്ത ആളെ കൈ കിട്ടിയപ്പോ എന്താ പേരിടേണ്ടതെന്ന് സംശയം. മറ്റാൾക്ക് സംശയം ഉണ്ടായിരുന്നില്ല. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഒരു പേരും ഇല്ലാത്ത ആളുമാണ്, എല്ലാ പേരും ഉള്ള ആളുമാണ്. ഇനിയിപ്പോ എന്താ പേരിടാൻ? പേരിടാൻ പറ്റുമോ? ഇല്ല. എന്നാ പേരില്ലേ? എല്ലാ പേരും ഇദ്ദേഹത്തിൽ നിന്നാണ് പേരും കൂടെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോ എന്താ പേരിടാൻ? ആകെ അപകടമായി. എത്ര പേര് കാണാണ്ട വിളിച്ചു വന്നതോ അറിയോ? ഗർഗാചാര്യൻ ഒക്കെ മറന്നു. എല്ലാ എന്തൊക്കെയോ പേര് ഉരുവിട്ട് അതിടാന്നൊക്കെ പഠിച്ചു വന്ന് അങ്ങനെയുണ്ട്. പരീക്ഷ വന്നു, തലയ്ക്ക് കയറി, പഠിച്ചതെല്ലാം മറന്നുപോയി എന്ന് പറഞ്ഞ വട്ടാപ്പോ വലിയൊരു പരീക്ഷണം ആർക്ക്? ഗർഗ മഹർഷിക്ക്. എന്ത് പേരിടും? അല്ലെ, സഹസ്രനാംനോ അനന്തനാംനോ, 1000 പല നാമങ്ങളുണ്ട്. സഹസ്രനാമങ്ങൾ എത്രയാ? ഇനി സഹസ്രനാമം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല. സഹസ്രനാമത്തിനുപരി കോടി 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 നാമങ്ങൾ ഈ ഉണ്ണിക്കുണ്ട്. എന്താർത്ഥം? ഈ കാണുന്ന സർവചരാചരങ്ങളും ഈ ഉണ്ണി തന്നെയാണ്. ഭഗവാൻ അവസാനം മനസ്സിലായി, ഇനി ഞാൻ അങ്ങോട്ട് പറയാണ്ട് ഗർഗ മഹർഷി ഇങ്ങോട്ട് പേരിടലുണ്ടാവില്ല. തീർച്ചയായും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമോ? വർത്താനം പറയാറൊന്നായിട്ടില്ല. പല്ലെന്നാ വന്നിട്ടില്ല, പിന്നല്ലേ വർത്താനം പറയാറായിട്ടില്ല. എന്ത് ചെയ്തു? താടി പിടിച്ചു വലിച്ചു നോക്കിയാ പറയാറ്. ഒരു വലിയ വലിച്ചു പറയാം. അപ്പൊ ശരിക്കും കിട്ടി. എന്താ പേര്? അപ്പൊ ഒന്ന് എന്താ തന്നിലേക്ക് അങ്ങോട്ട് പിടിച്ചു വലിച്ച ആ ആകർഷണം. പിന്നെ ജഗദഹകർഷിത്വാൻ വാസുദേവ ഇത് ശ്രീമാൻ അഭിജ്ഞാസം പ്രചക്ഷതേ ബഹൂനി സന്ധ്യ നാമാനി രൂപാണി ച സുതസ്ഥതേ ഗുണകർമാനുരൂപാണി താന്യഹം വേദ നോ ജനാഹ. ആളുകൾക്ക് അറിയായേ ഉള്ളൂ എന്നാണ്. ഭഗവാനെ അറിയില്ല പലർക്കും, അതേ ഉള്ളൂ. എന്നാൽ അറിയുന്നവര് ഈ ഉണ്ണിയെ തിരിച്ചറിഞ്ഞ് ആ ആനന്ദത്തെ അനുഭവിക്കുള്ളൂ. അങ്ങനെ ഉണ്ടായിട്ടില്ല. ഉണ്ടെങ്കിൽ ഇവരെ മാത്രമേ ഉള്ളൂ. ആരെ? ഈ നളകൂർമണിഗിരിവന്മാരെ. വേറെ ഒരു വഴിയില്ല. ഇല്ല. ക്ഷമയുടെ നെല്ലിപ്പലിയുടെ അപ്പുറത്ത് കണ്ടു പറയില്ലേ, അതുപോലെയാണ്. ആ നെല്ലിപ്പടിയും കഴിഞ്ഞ് പോയപ്പോഴാണ് ശപിക്കേണ്ടി വന്നത്. ഇനി ക്ഷമിക്കാൻ പറ്റില്ല ആർക്കും എന്നുള്ള നിലയായപ്പോ ശപിച്ചു. ആ ശാപമാണ് ഭഗവാന്റെ അനുഗ്രഹത്തിന് കാരണമായിട്ട് തീർന്നു. നളകൂർമണിഗിരിവന്മാര് ഭഗവാനെ നമസ്കരിച്ച് ഞങ്ങളിതായി
എപ്പോഴും നാമം ജപിക്കും, എപ്പോഴും ഭഗവാനെ പറ്റി കേൾക്കും, എപ്പോഴും ഭഗവാനിലേക്ക് അർച്ചന സമർപ്പിക്കും. ഞങ്ങളുടെ മനസ്സെപ്പോഴും ഭഗവാനിൽ ചേർന്നിരിക്കണേ എന്നുള്ള ആ പ്രാർത്ഥനയോടുകൂടി നളഗോപുരമണിദേവന്മാര് ഭഗവാനെ നമസ്കരിച്ചു. അവരുടെ എല്ലാ കളങ്കങ്ങളെയും തീർത്ത് ഭഗവാൻ അനുഗ്രഹിക്കുകയും ചെയ്തു. ഭഗവാനാണ് വെച്ചാൽ ഏറ്റവും ഇഷ്ടമാണ് വൈശ്രവണനെ. പക്ഷേ ഈ മക്കൾ മാത്രം എന്തായിട്ട് തീർന്നു? ഗുരുത്വമില്ലാത്തവരായിട്ട് നശിച്ചുപോയി. വൈശ്രവണൻ അന്നു മുതലേ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ കുട്ടികളെ അനുഗ്രഹിക്കണേ, കുട്ടികളെ അനുഗ്രഹിക്കണേ, കുട്ടികളെ അനുഗ്രഹിക്കണേ, നല്ല ബുദ്ധി തോന്നണേ. അവസാനം നന്ദഗോപുരം വന്ന് ഉണ്ണിയുടെ കെട്ടുവഴിച്ചു. അത് നന്ദഗോപുരക്ക് തന്നെ പറ്റുള്ളൂ. കാരണം എന്താ? സച്ചിദാനന്ദ സ്വരൂപനെ എല്ലാ ബന്ധനങ്ങളും അഴിച്ച് ലോകത്തിന് മുഴുവൻ നൽകുന്നവനാണ് ആര്? നന്ദൻ. അതാണ് നന്ദൻ എന്നുള്ള പേര് കൊണ്ട് തന്നെ നന്ദയതി ഇത് നന്ദ, എല്ലാവരെയും ആനന്ദം നൽകി അനുഗ്രഹിക്കുന്ന ആ നന്ദഗോപുര യശോദ കെട്ടിയതായിട്ടുള്ള കെട്ടിനെ അഴിച്ചു എന്നാണ് പറയുക. ശ്രീശുഖവാചം ഗോവർദ്ധനേ ധൃതേ ശൈല ആസാരാദ്രിക്ഷതേ വർഷയ ഗോലോകാദാപ്രജൽ കൃഷ്ണം സുരഭിശക്രയേവ ച വിവിക്തോപസംഗമ്യ വ്രീഡിതക്രദഹേളന സ്പർശപാദയോരേനം കിരീടേനാർക്കവർച്ചസാ ദൃഷ്ടശ്രുതാനുഭാവോസ്യ കൃഷ്ണസ്യാമൃത തേജസ നഷ്ടത്രിലോകേശമത ഇന്ദ്രാഹ കൃതാഞ്ജലി. ഇന്ദ്രൗവാച വിശുദ്ധസത്വം തവ ധാമ ശാന്തം തപോമയം ധ്വസ്തരതശ്ചമസ്കം गोविंद हरि हरि गोपाल हरि हरि ഗോവിന്ദ ഹരി ഹരി ഗോപാല ഹരി ഹരി राधारमण हरि 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 രാധാരമണ ഹരി 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 राधारमण हरि 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 രാധാരമണ ഹരി 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 हरि हरि राधारमण हरि 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 മുഖംബുജ പീതാംബരധര സ്രഗ്വേ സാക്ഷാൻ മന്മഥ മന്മഥ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ തമ്മിലൊക്കെ ആഗതം പ്രേഷ്ഠം പ്രീതിൽ ശോഭനാഹ ഉത്തസൂര്യകവത്സരമാസ്തന്വ പ്രാണവിവാഗതം ജൽകരാംബുജമിശൗരേർജഗൃഹേഞ്ജലിനാമുദ ജഹുർവിരഹജം കാരഭത ഗോവിന്ദോ രാസ ഗോപീ മണ്ഡലമണ്ഡിത യോഗേശ ഗൃഹീതാനാം കണ്ഠേ സ്വനികടം സ്ത്രിയ യം മന്യേരന്നഭസ്താവൽ വിമാനശതസംകുലം ദിവൗകസാം സദാരാണാമൗസുഖ്യാപഹൃതാത്മന തതോ നുഭയോ നേതുജ്ഞഭേദോ പുഷ്പവിഷ്ണയാ ജുഗുരുഗന്ധർവപദയസ്യ സ്ത്രീകാ സത്യശോമലം വലയാനാം നൂപുരാണം കിങ്കണീനാം ജയോഷേ തത്രാദിശിഷു ഭേദാഭിർഭഗവാൻ ദേവകീ സുധാ മധ്യേ മണീനാം ഹൈമാനാം മഹാമരഗതോ പാദന്യാസൈർഭുജവിദുദിഭിः സസ്മിതൈർഭ്രൂവിലാസൈർഭജ്യന്മധ്യേ സ്ഥലകുജപടൈः കുണ്ഡലൈർഗണ്ഡലോലൈः സ്വിദ്യന്മുഖ്യകപരരചനാഗ്രന്ഥയ കൃഷ്ണവദ്ഭു ഉച്ചൈർജഗുരും നൃത്യമാനാരക്തകണ്ഠ്യോർദിപ്രിയാ കൃഷ്ണാഭിമരശമുദായ ഗീതേനേതമാവൃതം കാജിൽ സമം മുകുന്ദേന സ്വരജാതീരമിശ്രിത പുന്നിന്യേ പൂജിതാരേണ പ്രിയതാ സാധു സാധുതേ തദേവ ധ്രുവമുന്നിന്നീതസ്യമാനം ജപഹ്വതാൽ കാചിൽ രാസപരിശ്രാന്ത പാർശ്വസ്തസ്യഗതാമൃത ജഗ്രാഹബാഹുനാ സ്കന്ധം ശതതാംബൂലസർവിതം നൃത്യം ദീകാരികാജിൽ പൂജന്നൂരമേഖലാ പാർശ്വസ്ഥാച്യുതാസ്താബ്ജം ശ്രദ്ധാധാനസ്തനയോ ശിവം ഗോപ്യോ ലബ്ധ്വാച്യുതം കാന്തം ശ്രിയ ഏകാന്തവല്ലഭം ഗൃഹീതകണ്ഠസ്ഥോർഭ്യാം ഗാഹിന്ദസ്തം വിജഘ്രേ ഫലോൽഫലാടകവിടങ്കകപോലഘർമ്മവക്ത്ര ശ്രിയോ വലയഗോപുരഘോഷമദ്യ ഗോപ്യസമം ഭഗവതാ നൃദുസ്വകേ സഹാസരീരേ രമേശോ ഭജകുന്ദരീഭി യഥാർഭഗസ്വപ്രതിബിംബവിഭ്രമഃ തദംഗസംഗപ്രമദാകുലേന്ദ്രിയാകേശാർദുകൂലം
ശശാങ്കാംശ വിരാജിതാനിശാസ സത്യകാമോ അനുരതാബലാഗണാശിഷേവാത്മന്യവരുദ്ധ സൗരത സർവാശരൽ കാവ്യകഥാരസാശ്രയ രാജോവാച സംസ്ഥാപനായ ധർമ്മസ്യ പ്രശമായ ധനസ്യ ചാവതീർണോ ഹി ഭഗവാനം ശയന ജഗദീശ്വരഃ ശരദം ധർമ്മസേതൂനാം വക്താകർത്താ യശോദനന്ദനയതു കുലതിലകാ ശരണം മേ ധവചരണയുഗം ആദാരമണം മുകുന്ദമുരാരേ ശരണം മേ ധവചരണയുഗം ഗുരുഭവനപുരേശ രാധാകൃഷ്ണ ശരണം മേ ധവചരണയുഗം ഹരി ശരണം മേധവ ശരണയുഗം ഹരി ശരണം മേ ധവചരണയുഗം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ എല്ലാവരും സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഈ സേവനം ഏകദേശം ഒരു 5 മണിയോടുകൂടി ഘോഷയാത്ര ആരംഭിക്കും. 5 മണി ഘോഷയാത്ര, 6 മണിയോടുകൂടി രുക്മിണി സ്വയംവര സമർപ്പണമാണ്. നേരത്തെ തന്നെ ഒന്നു ചേർന്ന് രുക്മിണി സ്വയംവരത്തിൽ പങ്കെടുക്കും. ഇനി ഒന്നും ഇങ്ങോട്ട് നോക്കുകയൊക്കെ ചെയ്യാട്ടോ.